ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു AK ക്രിസ്ത്യൻ വ്ളോഗേഴ്സ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് അതിനു മുമ്പ് എല്ലാവർക്കും ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. അപ്പോൾ നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേയുടെ ഭാഗമായിട്ട് നമ്മുടെ ഒരു വീഡിയോ എഡിറ്റിംഗ് ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഇത് വേറെ ഒന്നുമല്ല, ഇത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ടെക്സ്റ്റ് എഡിറ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യൻ ഫ്ലാഗിൻ്റെ ഒരു ഇതുണ്ടല്ലോ, ആ ഫ്ലാഗിൻ്റെ നമ്മുടെ ടെക്സ്റ്റിലേക്ക് എങ്ങനെ എഡിറ്റ് ചെയ്ത് അപ്പം അതിൻ്റെ ഒരു മോഷനിൽ വരും. അപ്പം അതിന് വേണ്ടി എങ്ങനെ ചെയ്യാമെന്നാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. പിന്നെ ഗൈസ്, പ്ലീസ് സപ്പോർട്ട് ഗൈസ്, പ്ലീസ്. നിങ്ങളുടെ സപ്പോർട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് വളരാൻ കഴിയില്ല. അപ്പം നമ്മൾക്ക് നേരെ വീഡിയോയിലേക്ക് എടുക്കാം. അതിനു മുമ്പ് നിങ്ങളോട് കൂടുതൽ പറയുന്നില്ല, എന്നാലും നിങ്ങൾക്ക് അറിയാമല്ലോ. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഓപ്പൺ ചെയ്ത് വെക്കണം. ഞാനൊരു വീഡിയോ ഇതുപോലെ ഒന്ന് എഡിറ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. നമുക്കൊന്നുകൂടി ഒന്ന് നോക്കാം. ഇതുപോലെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്നാണ്. ഇതൊക്കെ നമ്മളൊരു ടൂണൊക്കെ എടുത്തിട്ടാൽ അതിൻ്റെ ഒരു മോഷനിൽ വരും. നിങ്ങൾക്ക് ഇന്ത്യൻ ഫ്ലാഗിൻ്റെ വീഡിയോയെ എവിടെയെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും ബെസ്റ്റായിരിക്കും. ഞാനിപ്പം വെറുതെ ഒരു വീഡിയോ ഡൗൺലോഡ് ചെയ്ത് വെച്ചതാണ്. നിങ്ങൾക്ക് ഞാനും അങ്ങനെ തന്നെയാണ് ഡൗൺലോഡ് ചെയ്തത്. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ കറക്റ്റ് മോഷനിൽ കിട്ടുന്ന ആ ഫ്ലാഗിനെ മാത്രം ഉള്ളതായിട്ടുള്ള ഏതെങ്കിലും വീഡിയോ ഉണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും. അപ്പോൾ ഈ സംഭവം നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് തന്നെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പോൾ നമ്മൾ അതിന് മുമ്പ് KINEMASTER ഒന്ന് ഇൻസ്റ്റാൾ ആക്കണം. അതിനുശേഷം നിങ്ങളുടെ കയ്യിൽ ഒരു വീഡിയോ വേണമെന്ന് പറഞ്ഞ പോലെ വീഡിയോ വേണം. അടുത്തതായിട്ട് നിങ്ങൾ ക്രിയേറ്റ് ന്യൂ ക്ലിക്ക് ചെയ്ത് റേഷ്യോ ഒക്കെ സെറ്റാക്കിയിട്ട് ഇനി നിങ്ങൾ മീഡിയ ബ്രൗസറിൽ നിന്ന് നിങ്ങളുടെ ഇമേജ് അസിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷനിൽ ബ്ലാങ്ക് ആണ് എടുക്കേണ്ടത്. ബ്ലാങ്ക് സോളിഡ് ബ്ലാക്ക് കളർ എടുക്കണം. ഓക്കെ, ഇനി നിങ്ങൾ ലെയർ എടുക്കുക, ടെക്സ്റ്റ് ചെയ്യുക. ഞാൻ ഇന്ത്യൻ എന്നാണ് ഇട്ടത്. ഹാപ്പി, അത് വലിയ കുറേ ഇത് വരുമെന്ന് തോന്നുന്നില്ല. എന്നാൽ നമുക്കൊന്ന് നോക്കാം. ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഇതൊന്ന് കുറച്ചുകൂടി വലുതാക്കി നോക്കാം. അപ്പം നമ്മൾ അങ്ങനെ വേറെ തരത്തിലുള്ള ഹാൻഡ് റൈറ്റിംഗ് അല്ല, സാധാരണ ഹാൻഡ് റൈറ്റിംഗ് തന്നെ കൊടുത്താൽ മതി. ഓക്കെ, അങ്ങനെ നമ്മൾ ഇതാണ് ആദ്യം ചെയ്യേണ്ട കാര്യം. അപ്പോൾ ഇത് ഇത്രയും വലുതായതുകൊണ്ട് ആവുമെന്ന് എനിക്കറിയത്തില്ല. നമുക്കെന്തായാലും ഒന്ന് നോക്കാം. ഇനി അടുത്തത് നിങ്ങളുടെ വീഡിയോയുടെ അനുസരിച്ചായിരിക്കും നിങ്ങളുടെ ടെക്സ്റ്റിങ് എഫക്റ്റൊക്കെ വരുന്നത്. ഇനി ലെയർ നിങ്ങളുടെ മീഡിയ ചെന്നിട്ട് നിങ്ങളുടെ വീഡിയോ എടുക്കണം. അതിനായിട്ട് നിങ്ങൾ എടുത്തു വച്ചിരിക്കുന്ന വീഡിയോ നമ്മൾ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതാണ് എൻ്റെ വീഡിയോ. പിന്നെ ഇതിനകത്ത് കണ്ടോ, ഈ ബ്ലൂ ഒരു എഫക്റ്റ് ഉള്ളതുകൊണ്ടാണ് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് കിട്ടാത്തത്. അത് സാരമില്ല, നമുക്ക് ക്രോമക്കിയിൽ ഉപയോഗിച്ച് ഇതുപോലെ ആവുള്ളൂ. നമ്മളിങ്ങനെ ഒന്ന് ചേഞ്ചാക്കി കൊടുത്താൽ അങ്ങനെയൊക്കെ ആവുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് പറയുമ്പോൾ സിമ്പിൾ ഐഡിയ ആയിട്ടാണ് നമുക്കിത് ചെയ്യാൻ പറ്റുന്നത്. ഫുള്ളായിട്ട് നമ്മൾ ഈ ഫ്ലാഗിൻ്റെ സംഭവം മൊത്തമായിട്ട് ഇങ്ങനെ തന്നെ ആക്കണം. വേണമെങ്കിൽ നമുക്ക് ആ ടെക്സ്റ്റിൽ തന്നെ ഒരു ഇത് കൊടുക്കാം. എന്നിട്ട് നിങ്ങൾ ഇവിടെ ഒരു ഓപ്ഷൻ കാണാം, ബ്ലെൻഡിങ് എന്ന ഓപ്ഷന്. ഇതിനകത്ത് നമ്മൾ ചെയ്യുന്നത് മൾട്ടിപ്ലൈ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഓക്കെ ഗൈസ്, അതായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വീഡിയോയിൽ കുറച്ചുകൂടി എഫക്ട്സ് ഒക്കെ ആക്കി വെക്കാം. അങ്ങനെയൊക്കെ നമുക്ക് വീഡിയോ എഡിറ്റിങ്ങിന് വളരെ നല്ലതായിരിക്കും. ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേന്ന് കൂടെ അല്ലാതെ അതിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ വെരി ബെസ്റ്റ് ഐഡിയ ആയിട്ട് നമുക്കിത് ഉപയോഗിക്കാം. നമുക്കിപ്പോൾ ഇതൊരു വീഡിയോ നോക്കാം. കണ്ടോ, അത് കുറച്ചുകൂടി കൂട്ടിയാൽ നിങ്ങൾക്ക് ഇതുപോലെ വളരെ നല്ലപോലെ എഡിറ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഇത് വളരെ സിമ്പിളല്ലേ. അപ്പോൾ നമ്മൾ KINEMASTER ഒന്ന് ഓപ്പൺ ചെയ്താൽ മതി. ഇതുപോലത്തെ KINEMASTER എഡിറ്റിംഗ് വീഡിയോസും പിസ്കാർട്ട് എഡിറ്റിംഗ് വീഡിയോസും ഒക്കെ ഞങ്ങൾ ഇട്ടിട്ടുണ്ട്. അത് കാണണമെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് കാണുക, പിന്നെ ലൈക്ക് ചെയ്യുക. ഓക്കെ, ബൈ, സീ യു സൂൺ. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.